അദ്ദേഹത്തിൻ്റെ കൈപ്പട അദ്ദേഹത്തിൻ്റെ തന്നെ ആണ് എന്ന് അദ്ദേഹം സമ്മതിച്ചു. പുറമെ അദ്ദേഹം വളരെ വിചിത്രമായൊരു തർക്കം എടുത്തിരുന്നു ഈ കേസിൽ. അതായത് ഇദ്ദേഹം സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ രീതി അനുസരിച്ച് ഓരോ സീൻ ബൈ സീനായിട്ട് സിനിമ ഷൂട്ട് ചെയ്യും. ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ സീനിൻ്റെ തിരക്കഥ പോർഷൻ അത് എറിഞ്ഞു കളയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ എറിഞ്ഞു കളഞ്ഞ സീനുകളെല്ലാം പെറുക്കിക്കൂട്ടി എഴുതി ഉണ്ടാക്കി കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളതാണ് തിരക്കഥ എന്നായിരുന്നു തർക്കം. കോടതി പറഞ്ഞു അത് വിശ്വാസയോഗ്യമല്ല. അതുപോലെ തന്നെ ഇതിന് തിരക്കഥ എഴുതിയെന്ന് പറയുന്ന വ്യക്തികൾ കോടതി മുമ്പാകെ അവരും മൊഴി കൊടുത്തിരുന്നു. അവരെയും കോടതി അവിശ്വസിച്ചു. അവർ പറയുന്നത് ശരിയല്ല. അവർക്ക് ആർക്കും ഇതല്ലാതെ കോടതിയിൽ റെജി മാത്യു ഹാജരാക്കിയതല്ലാതെ ഒരു തിരക്കഥ കൈപ്പടയായിട്ട് ഹാജരാക്കാൻ സാധിച്ചില്ല. വേറൊന്നും ഹാജരാക്കാൻ സാധിച്ചില്ല. അതനുസരിച്ച് ഇപ്പോൾ കോടതി വിധിയുണ്ടായി. നവംബർ 21 ഇപ്പോഴാണ് അത് കറക്റ്റ് ചെയ്ത് പുറത്ത് കിട്ടിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ അത് ഓൺലൈനിൽ അവൈലബിൾ ആണ് കേട്ടോ. കോടതിയുടെ ഇത് കൊമേഴ്ഷ്യൽ കോടതി, കോട്ടയം കൊമേഴ്ഷ്യൽ കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. അദ്ദേഹം അവിടുത്തെ ജഡ്ജി മനീഷ് DA എന്ന് പറയുന്ന ജഡ്ജാണ് വിധി പ്രസ്താവിച്ചത്. മനീഷ് DA. ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടില്ല. ഈ കേസിലെ രണ്ടാം കക്ഷിയായ ഇതിൻ്റെ നിർമ്മാതാവ് റെഡ് റോസ് പ്രൊഡക്ഷൻസിൻ്റെ ഓണറായ ഹനീഫ് മുഹമ്മദുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തെ മേധാവി കളിപ്പിച്ചെന്ന് അദ്ദേഹത്തിൻ്റെയാണ് കഥയും തിരക്കഥയും സംഭാഷണവും എന്ന് പറയുകയും സംവിധാനത്തിന് ഉൾപ്പെടെ ഒരു വലിയ തുക അദ്ദേഹത്തിന് ഇത് വാങ്ങിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തരാവോ എന്ന് അദ്ദേഹം എന്നോടൊരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. മേജരവിക്ക് ഞാൻ ഈ കർമ്മയോദ്ധ എന്ന് പറഞ്ഞ തിരക്കഥ എഴുതാൻ വേണ്ടിയല്ല ആദ്യം ചെല്ലുന്നത്. 2010 അദ്ദേഹം എന്നെ സമീപിക്കുന്നത് അദ്ദേഹം ചെയ്ത മിലിറ്ററി പശ്ചാത്തലത്തിൽ നിന്നുള്ള സിനിമകളിൽ നിന്നും മാറി സോഷ്യൽ സബ്ജക്റ്റുകൾ ചെയ്യാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് അത്തരമൊരു സിനിമ എഴുതി തരണമെന്നാണ് ആവശ്യം. ഞാൻ ആദ്യമായിട്ട് ഈ കർമ്മയോദ്ധ അല്ല അദ്ദേഹത്തിന് വേണ്ടി എഴുതുന്നത്. 2010 ഒരു പ്രൊഡക്ഷൻ മാനേജർ മുഖേന അദ്ദേഹം എന്നെ സമീപിച്ചിട്ട് ആവശ്യപ്പെട്ടത് അദ്ദേഹം മിലിറ്ററി പശ്ചാത്തലത്തിൽ നിന്നൊന്ന് മാറി ചിന്തിക്കുന്നു. അതുകൊണ്ട് ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടുള്ളൊരു സബ്ജക്റ്റ് എഴുതണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് ഞാനൊരു ഫ്യൂഡൽ പശ്ചാത്തലത്തിൽ ഒരു സബ്ജക്റ്റ് എഴുതി അദ്ദേഹത്തിന് കൊടുത്തു. അതിൻ്റെ പേര് വിശുദ്ധ രാവണൻ എന്നായിരുന്നു. പക്ഷേ മുന്നോട്ട് ചില പ്രൊഡക്ഷൻ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും തൽക്കാലം ആ പ്രോജക്റ്റ് നിർത്തിവെക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും 2-3 മാസങ്ങൾക്ക് ശേഷം എന്നെ അദ്ദേഹം നേരിൽ വന്ന് കാണുകയും മോഹൻലാലിൻ്റെ ഡേറ്റ് നിലനിൽക്കുന്നു, അതുകൊണ്ട് താങ്കൾ വേറൊരു സബ്ജക്റ്റ് എനിക്ക് എഴുതി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു കുറച്ച് മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് ആവണം, പക്ഷേ ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഫാമിലിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് എഴുതി കൊടുത്ത തിരക്കഥയാണ് കർമ്മയോദ്ധയുടേത്. പക്ഷേ നിർഭാഗ്യവശാൽ ശരിക്കും അദ്ദേഹം എന്നെ കബളിപ്പിക്കുകയായിരുന്നു. ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നു എന്ന് അറിഞ്ഞ് ഞാൻ അദ്ദേഹത്തിനെ ഫോണിൽ പലവട്ടം വിളിച്ചിട്ടും അദ്ദേഹം എൻ്റെ ഫോൺ നിരാകരിച്ചു. ഞാൻ ഒരു വക്കീൽ നോട്ടീസ് അയച്ചു. അതിന് അദ്ദേഹം മറുപടി തന്നത് ഞാനെന്ന് പറയുന്ന സിനിമാക്കാരനെ അദ്ദേഹത്തിന് യാതൊരു പരിചയവുമില്ല എന്നായിരുന്നു വക്കീൽ നോട്ടീസിൻ്റെ അകത്തെ കണ്ടൻറ്റ്. പിന്നീട് അദ്ദേഹം കോടതിയിലെടുത്ത ഡിഫൻസ് അതിലും രസകരമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ തിരക്കഥ മോഷ്ടിച്ചു എന്നുള്ളതാണ്. അതായത് അദ്ദേഹം ചിത്രീകരിക്കുന്ന സമയത്ത് സീനുകൾ ചിത്രീകരിച്ചിട്ട് വലിച്ചെറിയും. അത് ഞാൻ പോയി ലൊക്കേഷനിൽ ആരും കാണാതെ ബാത്തും പതുങ്ങി ഇരുന്ന് പെറുക്കിയെടുക്കും. അതുകൊണ്ട് ഞാനൊരു തിരക്കഥ ഉണ്ടാക്കിയതാണ്, കോടതിയിൽ ഹാജരാക്കിയതെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ തിരക്കഥയും സംഭാഷണവും അടങ്ങുന്നതല്ലാതെ മറ്റൊരു തിരക്കഥയോ കഥാരൂപമോ അവർക്ക് കോടതിയിൽ ഹാജരാക്കാൻ പറ്റിയില്ല എന്നുള്ളത് ആണ് ഒരു കാര്യം. രണ്ടാമത്, ഞാനും അദ്ദേഹവും തമ്മിൽ തിരക്കഥ ഡിസ്കഷൻ പൂർണ്ണമായി വായിക്കുന്ന സമയത്ത് അദ്ദേഹം ചില കഥയിൽ മോഹൻലാൽ ബോംബെയിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര ചെയ്ത് വരുന്നൊരു റൂട്ടുണ്ട്. ആ റൂട്ടിൽ കൃത്യമായ സ്ഥലങ്ങൾ അദ്ദേഹം എഴുതി വച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കൈയക്ഷരത്തിൽ. അത് എനിക്ക് ഗുണം ചെയ്തു. അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കയ്യപ്പൂ പൊതിഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് ഞാൻ ആ പടത്തിന് ശേഷം, ഇതിനു മുമ്പ് ഞാൻ മലയാളത്തിൽ അതിനു മുമ്പ് 14 സിനിമ എഴുതിയിട്ടുള്ള ആളാണ്. IV ശശിക്ക് അടക്കമുള്ളവർക്ക് എഴുതിയിട്ടുള്ള ആളാണ്. പിന്നീട് ഞാൻ മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഏതാണ്ട് എൻ്റെ 12 വർഷങ്ങൾ ആ മനുഷ്യൻ
എൻ്റെ ജീവിതത്തെ തൊട്ടു, എൻ്റെ ഈ എഴുത്തു ജീവിതത്തെ ബാധിച്ചു. ശരിക്കും ഈ വിധി വന്ന ശേഷം ഞാനൊരു പുതിയ സിനിമയുടെ പണിപ്പുരയിലാണ്. ആ സിനിമ ഉടനെ ചിത്രീകരണം തുടങ്ങും. ആ സിനിമയുടെ സംവിധായകനും ഞാൻ തന്നെയാണ്. സിനിമയുടെ പേര് കരിങ്കാലക്കരി എന്നാണ്. എന്തായാലും ഈ വിധി എനിക്കൊരു ആശ്വാസം തന്നെയാണ്. പിന്നെ ഞാൻ ഈ ഫൈറ്റിന് പോകുന്നത് മലയാള സിനിമയിൽ ഒരുപാട് പേർ, ഞാനൊന്നുമല്ലെങ്കിലും കുറേ സിനിമ എഴുതിയിട്ട് എന്നെ കബളിപ്പിച്ചു. ഒരുപാട് കഴിവുറ്റ ആൾക്കാർ ഇതുപോലെ കഥയും തിരക്കഥയുമായി പല പ്രമുഖ സംവിധായകരെ സമീപിക്കുകയും അവരുടെ കഥയും തിരക്കഥയും ഉപയോഗിച്ച് സിനിമ അവർ നിർമ്മിക്കുകയും ഇവരെ എന്താ പറയുക ഒന്ന് തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞ് ഈ സിനിമയുടെ മഹാവൃത്തത്തിനപ്പുറത്തേക്ക് ചവിട്ടിത്തൊഴിച്ച് കളയുന്ന പ്രവണതയുണ്ട്. അതിനെതിരെ ശരിക്കും നടത്തിയ ഒരു നിയമപോരാട്ടം തന്നെയാണ് ഞാനിത്.